റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 64 സമം 9.1 ആയാൽ എക്സിന്റെ വില കാണുക. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 64 സമം 9.1 ഇതൊരു സമവാക്യമാണ്. നമുക്കിതിന്ന് എക്സ് ആണ് കാണേണ്ടത്. എക്സ് കാണുമ്പോൾ എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ്. അപ്പോൾ റൂട്ട് എക്സ് അവിടെ ഇരിക്കട്ടെ. റൂട്ട് ഓഫ് എക്സ് സമം, അപ്പോൾ അതിൻ്റെ കൂടെയുള്ള റൂട്ട് 64 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം സമത്തിൻ്റെ മറുഭാഗത്തേക്ക്. അവിടെ എന്തുണ്ട്? 9.1. ഈ പ്ലസ് റൂട്ട് 64 അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് റൂട്ട് ഓഫ് 64. റൂട്ട് ഓഫ് എക്സ് സമം 9.1 കുറയ്ക്കണം. 64 റൂട്ട് 8, 8 8 64. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സമം 9.1 8 കുറച്ചാൽ 1.1 കിട്ടും. 9.1 8 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ 1 ഇറക്കിയിട്ട് 9 8 പോയാൽ 1.1 കിട്ടുന്നുണ്ട്. അപ്പോൾ 9.1 8 കുറച്ച് 1.1. എക്സിൻ്റെ റൂട്ട് 1.1 എക്സ് കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു സമവാക്യമല്ലേ, ഒരു സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുവോ അത് മറുഭാഗത്തും ചെയ്യുക. അപ്പോൾ ഈ സമവാക്യത്തിൻ്റെ ഇരുവശവും നമ്മൾ വർഗം കാണുക, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ സമം 1.1 ഹോൾ സ്ക്വയർ. ഇനി റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അതായത് എക്സിൻ്റെ റൂട്ട് കണ്ട് സ്ക്വയർ കാണുക. ഒരു സംഖ്യയുടെ റൂട്ട് കണ്ട് സ്ക്വയർ കണ്ടാൽ ആ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതിയാൽ മതി? എക്സ് സമം 1.1 സ്ക്വയർ. 1.1 സ്ക്വയർ എങ്ങനെ കാണുക? 11 സ്ക്വയർ ആദ്യം എഴുതുക. 11 × 11 121. എന്നിട്ട് ദശാംശം നീക്കണം. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? ഒരക്കം. സ്ക്വയർ കാണുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ടോ അതിൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുക. ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഉള്ളത്, അതിൻ്റെ ഇരട്ടി എത്ര? 2. എന്നിട്ട് 2 ദശാംശ സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് നീക്കുക. 1 2 ഇവിടെ വരും. എക്സിൻ്റെ വില 1.21.